ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് SCERT ചാപ്റ്റേഴ്സ് ഡിസ്കഷനിൽ കേരള ഹിസ്റ്ററിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നവകേരള സൃഷ്ടിക്കായി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. അദ്ദേഹത്തിൻ്റെ കോട്സാണ് പറയുന്നത്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. അടുത്തത്, സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. അദ്ദേഹത്തിൻ്റെ കോട്സാണ് പറയുന്നത്. ആദ്യത്തേത്, സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. അടുത്തത്, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ ഒരു നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു എന്നൊക്കെയാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ എന്നീ ഭാഷകൾ അറിയാം. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ എന്നീ ഭാഷകൾ അറിയാം. കൊടുങ്ങല്ലൂരിലെ മുസ്ലിം ഐക്യസംഘത്തിൽ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകൾ മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. പിന്നെ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഞാനൊക്കെ പണ്ട് എക്സാം എഴുതുന്ന സമയത്ത് സ്വദേശാഭിമാനി പത്രം എന്ന് കണ്ടാൽ അപ്പം തന്നെ രാമകൃഷ്ണ പിള്ളയുടെ പേര് കറുപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് വെച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്നാൽ പത്രാധിപർ രാമകൃഷ്ണ പിള്ളയായിരുന്നു. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തിൽ കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി പത്രം. ഈ പത്രം 1910 കണ്ടുകിട്ടി. പ്രസ് മടക്കി കിട്ടാൻ ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത്. അപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്നുള്ള വാക്കുകൾ ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അപ്പോൾ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയിരുന്നു. ആ സമയത്ത് പറഞ്ഞതാണ് ഇത്. പിന്നെ ഇത്രയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കോട്സ് പഠിക്കുക, മാസികകൾ ഓർമ്മിച്ച് വയ്ക്കുക, പിന്നെ മുസ്ലിം ഐക്യസംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓർമ്മിച്ച് വയ്ക്കുക, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപർ ആരാണ്? രാമകൃഷ്ണ പിള്ള. പിന്നെ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന വാക്കുകൾ. ഇത്രയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വരികൾ ശ്രീ പൊയ്കയിൽ കുമാരഗുരുദേവൻ്റെ വരികളാണ് കവിതയിലെ വരികൾ. കാണുന്നില്ലൊരക്ഷരജപം എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ,
അത് ഒന്നാമത്തേത്. കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിരുന്നു. ഭക്ഷണം കിട്ടുന്നില്ല കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. അടുത്തത് ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് അദ്ദേഹം ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ജനനം തിരുവല്ലയിലെ ഇരവിപേരൂർ. പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചു. 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തുനിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാരഗുരുദേവൻ്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. എപ്പോഴാണ്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാരഗുരുദേവൻ്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത്. യുദ്ധവിരുദ്ധ ജാഥയുടെ മാരംകുളത്ത് ശ്രീ കുമാരഗുരുദേവൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം, ലോകത്തിന് സമാധാനം എന്നതായിരുന്നു. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അടുത്തത് വരുന്നത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനാണ് വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ പുരുഷ സമത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി. അപ്പോൾ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റെ ഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചത്. എന്നാൽ വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം എന്ന സംഘം രൂപീകരിച്ചത്. അപ്പോൾ ഇനി അടുത്ത കുറച്ച് പാട്ടും കൂടിയുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ്, ഹിസ്റ്ററിയിലെ അടുത്ത ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.